സ്വർഗത്തിലെ ദൈവത്തിന്റെ ആഗ്രഹവും മനുഷ്യന്റെ ആഗ്രഹവും തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവിടെ സൂപ്പർ നാച്ചുറൽ നടക്കും, മഹാത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾക്ക് അങ്ങനെ എന്തെല്ലാം ആഗ്രഹമുണ്ട്? സ്വർഗം പ്രസാദിക്കുന്ന ചില ആഗ്രഹങ്ങൾ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് യേശുവിനോട് പറയാം. പക്ഷേ അതിലും വലുതാണ് നമ്മുടെ ആത്മീയ ആഗ്രഹങ്ങൾ, ആത്മീയമായ വിഷയങ്ങൾ. നിങ്ങളൊന്നറിയൂ, ഭൗതികമായ ആഗ്രഹങ്ങൾ തീർച്ചയായും നമുക്ക് കർത്താവിനോട് പറയണം. നമുക്ക് കടമുണ്ട്, അല്ലെങ്കിൽ ഞെരുക്കമുണ്ട്, അല്ലെങ്കിൽ പ്രതിസന്ധിയുണ്ട്, രോഗമുണ്ട്, അങ്ങനെ 100 പ്രശ്നങ്ങളുണ്ട്. എല്ലാ യേശുവിനോട് പറയാം. പക്ഷേ നമ്മുടെ ആത്മീയമായ കാര്യങ്ങൾ അത് നാം തന്നെ യേശുവിനോട് പറയണം. നിങ്ങൾക്ക് ഏതെങ്കിലും പാപത്തിന്മേൽ ജയമില്ലേ? ഏതെങ്കിലും പോരായ്മകളുണ്ടോ? ഏതെങ്കിലും കുറവുകളുണ്ടോ? ആത്മീയ ജീവിതം സന്തോഷകരമായും വിജയകരമായും നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തടസ്സം ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശുദ്ധീകരണം അനുഭവിക്കാതെ പണ്ടുകാലത്ത് എടുത്ത അതേ തീരുമാനത്തിൽ നിലനിൽക്കുന്ന മുരടിച്ച അനുഭവം നിങ്ങൾക്കുണ്ടോ? എല്ലാം യേശുവിനോട് പറയുക. മനുഷ്യ ജീവിതത്തിൽ രൂപാന്തരം തരാൻ യേശുവിന് മാത്രമേ കഴിയൂ, മറ്റാർക്കും കഴിയില്ല. ദൈവദാസന്മാർക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷെ അവർക്കതൊന്നും എടുത്തു തരാൻ പറ്റിയില്ല. തരുന്നത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. തരുന്നത് യേശുവിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്നാണ്. എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ക്രിസ്തുവാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ വരൾച്ചകൾ മാറ്റിത്തരാൻ യേശു കടന്നു വന്നിട്ടുണ്ട്.